മുഖ്യമന്ത്രി വിജയുടെ വിവാഹമോചന ഹർജി പരിഗണിക്കുന്നത് മാറ്റി. ഓഗസ്റ്റ് 7 കേസ് പരിഗണിക്കുന്നത് മാറ്റിയിട്ടുണ്ട്. ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് മാറ്റിയത്. ഫെബ്രുവരിയിലാണ് സംഗീത 26 വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിക്കാൻ അനുമതി തേടി വിവാഹമോചന ഹർജി സമർപ്പിച്ചത്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്കെതിരെ ഭാര്യ സംഗീത നൽകിയ വിവാഹമോചന ഹർജി പരിഗണിക്കുന്നത് മാറ്റി. ഓഗസ്റ്റ് 7 കേസ് പരിഗണിക്കുന്നത് മാറ്റിയത്. ചെങ്കൽപ്പെട്ട് കുടുംബ കോടതിയാണ് ഈ സുപ്രധാന ഹർജി പരിഗണിക്കുന്നത്. ഇരുവരും ഹാജരാകാത്തതിനെ തുടർന്നാണ് കേസ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാകാമെന്നായിരുന്നു ഇരുവരും അറിയിച്ചത്. എന്നാൽ കോടതി അനുമതി നൽകിയില്ല. രണ്ടുപേരുടെയും ഇമെയിൽ വിലാസമടക്കം നൽകാൻ കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിശ്ചിത രൂപത്തിൽ വക്കാലത്ത് നൽകാത്തത് എന്തുകൊണ്ടെന്ന് കോടതി സംഗീതയുടെ അഭിഭാഷകനോട് ചോദിക്കുകയും ചെയ്തു. നീണ്ട 26 വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കാൻ അനുമതി തേടി കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു വിജയുടെ ഭാര്യ സംഗീത കോടതിയെ സമീപിച്ചത്. 2021 മുതൽ വിജയ്ക്ക് മറ്റൊരു സഹനടിയുമായി ബന്ധമുണ്ടെന്ന ഗുരുതര ആരോപണമാണ് സംഗീത അന്ന് ഫയൽ ചെയ്ത ഹർജിയിൽ പറയുന്നത്. വിജയുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണ ചടങ്ങിലോ അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിലോ സംഗീതയോ മക്കളോ പങ്കെടുത്തിരുന്നില്ല. ഇതും വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നടി തൃശ്ശിയുമായി ബന്ധപ്പെടുത്തി ചില ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ പടർന്നത്. അതിനിടെ ദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങൾ രമ്യതയിലാക്കാൻ വിജയുടെ അമ്മ ശോഭ ചന്ദ്രശേഖർ മുൻകൈയെടുത്ത് ശ്രമങ്ങൾ നടത്തിയെന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. എന്നാൽ ഇത്തരം ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. എങ്കിലും വിവാഹമോചന കേസിനെക്കുറിച്ചോ ഒത്തുതീർപ്പ് ചർച്ചകളെക്കുറിച്ചോ ഇരുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ ഒരു പ്രതികരണം വന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.